നമസ്കാരം. 2024 മികച്ച ജനപ്രീതി ഉള്ള സിനിമാ അവാർഡുകൾ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. ആദ്യം നാഷണൽ അവാർഡിന്റെ അപ്ഡേറ്റ് വന്നപ്പോൾ പിന്നെ വന്നത് സൈമ അവാർഡായിരുന്നു. ഇപ്പോഴത്തെ ഫിലിം ഫെയർ അവാർഡിന്റെ നോമിനേഷൻ ലിസ്റ്റും പുറത്തു വന്നിരിക്കുകയാണ്. മലയാളത്തിൽ നിന്നുള്ള മികച്ച നടനെന്ന ലേബലിലുള്ള മത്സരത്തിൽ 6 മത്സരാർത്ഥികളാണ് മത്സരിക്കുന്നത്. തങ്കം എന്ന സിനിമയിലൂടെ ബിജു മേനോൻ, ഇരട്ട എന്ന സിനിമയിലൂടെ വീണ്ടും ജോജു ജോർജ്, മമ്മൂട്ടി കാതൽ ദിഗോർ, മമ്മൂട്ടി നൻപകൽ നേരത്ത് മയക്കം, നിവിൻ പോളി തുറമുഖം, പ്രശാന്ത് അലക്സാണ്ടർ പുരുഷപ്രേതം, ടൊവിനോ തോമസ് 2018 തുടങ്ങിയ സിനിമയിലെ പ്രകടനമാണ് ഫിലിം ഫെയർ അവാർഡിൽ 2024 മത്സരിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ ചാനലിലൂടെ 3 പ്രധാനപ്പെട്ട അവാർഡ്സിന്റെ മികച്ച നടനുള്ള നോമിനേഷൻ ലിസ്റ്റ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സിനിമകളിലെ പ്രകടനത്തിലൂടെ നോമിനേഷൻ ലിസ്റ്റിൽ വന്ന വ്യക്തിയാണ് മമ്മൂക്ക. അതായത് മികച്ച നടനുള്ള കാറ്റഗറിയിൽ നാഷണൽ അവാർഡിൽ പരിഗണിക്കുമ്പോൾ മമ്മൂക്കയുടെ നൻപകൽ നേരത്ത് മയക്കം, പുഴു, റോഷക്കിന്ന 3 ചിത്രങ്ങളാണ് പരിഗണിക്കുന്നത്. ഇനി സൈമ അവാർഡിലേക്ക് വരുമ്പോൾ മമ്മൂക്കയുടെ നൻപകൽ നേരത്ത് മയക്കം, കാതൽ ദിഗോർ, കണ്ണൂർ സ്ക്വാഡ് വീണ്ടും 3 ചിത്രങ്ങൾ പരിഗണിക്കുന്നു. ഇപ്പോഴത്തെ ഫിലിം ഫെയറിൽ മമ്മൂക്കയുടെ 2 ചിത്രങ്ങളിലെ പ്രകടനമാണ് മികച്ച നടൻ എന്ന ലേബലിൽ പരിഗണിക്കുന്നത്. LJPയുടെ സംവിധാനത്തിലെത്തിയ നൻപകൽ നേരത്ത് മയക്കം, ജിയോ ബേബിയുടെ സംവിധാനത്തിൽ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച കാതൽ ദിഗോർ. വീണ്ടും സൈമ അവാർഡിലേക്ക് നോക്കുമ്പോൾ മമ്മൂക്കയിലേക്ക് നോക്കുമ്പോൾ ഇതുവരെ മികച്ച നടൻ എന്ന ലേബലിൽ മമ്മൂക്കക്ക് സൈമയിൽ നിന്നും അവാർഡ് ലഭിച്ചിട്ടില്ല. എന്നാൽ സോഷ്യൽ മീഡിയയിലെ ചർച്ചയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് സിനിമാ പ്രേമികളുടെ ചർച്ചയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫിലിം ഫെയർ അവാർഡിലെ മികച്ച നടനുള്ള അവാർഡ് മമ്മൂക്കക്ക് എന്തായാലും ലഭിക്കുമെന്നാണ്. സൈമ അവാർഡിൽ നോമിനേഷൻ ലിസ്റ്റ് വന്നപ്പോൾ ഏറ്റവും മികച്ച വോട്ടുകൾ ലഭിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ജോജു ജോർജ്. ഇരട്ടയിലെ പ്രകടനമാണ് അദ്ദേഹത്തിന് മികച്ച വോട്ടിംഗ് ലഭിക്കാൻ കാരണം. മികച്ച നടനുള്ള ഫിലിം ഫെയർ അവാർഡിലും അദ്ദേഹത്തിന് മികച്ച വോട്ടിംഗ് ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷാന്തിന്റെ സംവിധാനത്തിൽ മികച്ച അഭിപ്രായങ്ങൾ ജനപ്രീതി നേടിയ സിനിമയായിരുന്നു പുരുഷപ്രേതം. അതിലെ മികച്ച പ്രകടനവും വേറിട്ട പ്രകടനവും കാഴ്ചവെച്ച വ്യക്തിയായിരുന്നു പ്രശാന്ത് അലക്സാണ്ടർ. ഫിലിം ഫെയർ അവാർഡിൽ മികച്ച നടനാകാൻ വേണ്ടി അദ്ദേഹവും മികച്ച മത്സരമാണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ഫിലിം ഫെയർ അവാർഡിൽ മികച്ച നടനാകാനുള്ള നോമിനേഷൻ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ അർഹതയുള്ള മികച്ച നടൻ ആരാകുമെന്ന് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.